സന്തോഷം. നിങ്ങളുടെ പേര്? എന്റെ പേര് അബൂബക്കർ. ഞാൻ കേരള വ്യാപാര ഏകോപന സമിതി പ്രസിഡന്റാണ് അല്ലേ? ഓക്കെ സന്തോഷം. അപ്പൊ ഇനി ഇട്ടോളൂ, ഇനിയിപ്പോ താമസിക്കണം. ഞാൻ പറഞ്ഞിരിക്കുക ചേലക്കരയ്ക്ക് വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം. ഓക്കെ സന്തോഷം. ചേലക്കര നമ്മുടെ സ്വന്തം കരയല്ലേ? ചേലുള്ള കര. ചേലുള്ള കരയാണ്. ഓക്കെ താങ്ക് യു. അപ്പൊ സന്തോഷം. പേരെന്താ? ഗീവർ. ഓക്കെ അപ്പൊ ഇട്ടോളൂ. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഒരാൾ ഓക്കെ സന്തോഷം. വളരെ സന്തോഷം. ഇത് ഈ മയക്കുമരുന്ന് ഇത് കാരണം അനേകം പേർക്കൊരു ഇതൊന്നൊരു വിടൽ കിട്ടുകയാണെങ്കിൽ അത് ചെയ്യുന്ന ഏറ്റവും നിങ്ങളോട് നമുക്ക് റിക്വസ്റ്റ് ഉള്ള എന്താ പറയുക, നമ്മൾ 20-ാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് 1 ലക്ഷം പേരുമായിട്ട് നമ്മളൊരു പ്രകടനം നടത്തുന്നു. എന്ന് വെച്ചാൽ ഈ മയക്കുമരുന്നിനെതിരെയാണ് കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് അവിടെ വരെ വരണം. അത്യാവശ്യം കുറച്ച് പൈസ ഉള്ളായാലും കുഴപ്പമില്ല, എന്ത് വില കൊടുത്തും നമുക്ക് നേരിടണം. വ്യാപാര ഏകോപന സമിതി ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ ഈ വക പരിപാടി ക്യാമ്പയിനുകളും അതുപോലെ ജാഥകളും ഒക്കെ നയിക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഇരകളാവുന്നത് യുവാക്കളും വിദ്യാർത്ഥികളും. അതിനൊരു കാരണം എനിക്ക് മനസ്സിലായിട്ടുള്ളത്, അവരിപ്പത്തെ അവരുടെ ചിന്താഗതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അവരുടെ ജീവിത രീതിയിലും ജീവിതം അവർ ആഘോഷിക്കാനുള്ളതാണ്, സന്തോഷിക്കാനുള്ള ലഹരിയാണ്, അത് ആഘോഷിക്കാനുള്ളതാണ്. അത് ഈ വഴിക്ക് പോയിരിക്കുകയാണ്. അവർക്ക് കുടുംബക്കാർക്ക് വരെ അവരോട് വലിയ ഇതില്ലാത്ത പോലെ ആയി കഴിഞ്ഞാൽ അതുപോലെ സമൂഹം തീർച്ചയായും വ്യാപാരികളെത്തും. നമ്മുടെയും കൂടെ ഉണ്ട് ഓട്ടത്തൊഴിലാളി യൂണിയൻ. ഓട്ടത്തിന് കുറവൊന്നുമില്ല, മറ്റുള്ള കാര്യങ്ങൾക്ക് കുറവുള്ളൂ. ഇഷ്ടംമാതിരി കുറവല്ലേ ഇപ്പൊ ഇവിടെ? മൊത്തം കുറവല്ലേ? അപ്പൊ അങ്ങ് കാണുന്ന ഒരു കുറവെന്താ? കുറവൊന്നുമില്ല ഇവിടെ. അങ്ങനെ ഇപ്പൊ രക്ഷിതാക്കളെ ഇതിപ്പോ ഉണരേണ്ടത് രക്ഷിതാക്കളാണ്, അല്ലാണ്ട് നമ്മളമാരിലെ ചാനലുകാരോ പൊതുപ്രവർത്തകരോ അല്ല ഉണരേണ്ടത്, രക്ഷിതാക്കളാണ് ഉണരേണ്ടത്. വരുന്നുണ്ട് കോഴിക്കോട്. വളരെ സന്തോഷം. ഒന്ന് പിടിച്ചു പറയണം. എല്ലാ MDMA-കാരനും സ്ഥലം വിടണം. ലഹരി ആരുതാക്രം. എന്താ പേര്? എന്റെ പേര് രതീഷ് വാരൂരെന്നാണ്. ഓക്കെ ഹലോ നമസ്കാരം. അപ്പൊ നമ്മുടെ ചേലക്കരയിൽ നിന്ന് മോളെ കണ്ടിട്ട് കുറെ കാലം. എന്താ പേര്? മോളെ എവിടെ താമസിക്കുന്നേ? പാട്ടുണ്ടോ നാടകമുണ്ടോ? ഡാൻസ് ആണല്ലേ? ഓക്കെ അപ്പൊ മോളെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? 6ാം ക്ലാസ്സിൽ. അമ്മയാണോ? അമ്മ പഠിപ്പിച്ചോ? ഡാൻസ് ഒക്കെ പഠിപ്പിച്ചോ? ഞങ്ങൾ ഈ പണിക്ക് ഇറങ്ങി എന്താണെന്നറിയോ, കുറെ ചെറുപ്പക്കാരിറങ്ങി ഡാൻസ് തുടങ്ങി. നാട്ടുകാരൊക്കെ ബുദ്ധിമുട്ടായി. ഭയങ്കര ബുദ്ധിമുട്ടായി അല്ലേ? ബുദ്ധിമുട്ടല്ലേ? പിന്നെ നല്ല ആൾക്കാരൊക്കെ ഉണ്ടോ? പഴമ്പാലക്കോട് സ്കൂളിൽ +1 പഠിക്കുന്നു. വള്ളിക്കൂടത്തിന് വരുന്നത് ആരെങ്കിലും കണ്ടുപിടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ പറഞ്ഞ അമ്മ നമുക്ക് കൈയോടെ പിടിക്കണം. അവിടെയൊക്കെ നോക്കിക്കോണം. നിങ്ങൾ അപരിചിതരായ ആൾക്കാർ അവിടെ വരുന്നെങ്കിൽ എന്തിന് സ്കൂളിന്റെ വരാന്തി വരുന്നു ചോദിച്ചിരിക്കണം. അങ്ങയുടെ പേര്? സുലൈമാൻ. ചേലക്കര മേഖല ബസ് ഓണേഴ്സിന്റെ ട്രഷറാണ്. ചേലക്കര കുറെ ബസ് ഉണ്ടോ? 90 ബസ്. എത്ര ബസ് ഉണ്ട്? 90 ബസ്. ആഷ്മി, ചരിത്രത്തില് ചേലക്കരയിൽ 90 ബസ്. നമ്മൾ ചോദിച്ചു 3-4 ബസ് ഇതിൽ ഓടുന്നുള്ളത്. 90 ബസ്സുകൾ. ആ ബസ് ഓണേഴ്സിന്റെ പ്രസിഡന്റ് സംസാരിക്കുന്നത്. ട്രഷറാ? ഓ, അതല്ലേ ഏറ്റവും വലിയ ബോസ്. ഉള്ള കാശ് കൈ കാണുമല്ലോ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് കോഴിക്കോട് വരെ പോണം. ഖജാൻജിയാണല്ലോ. കുറെ ബസ് ഓണേഴ്സ് ഒക്കെ നമുക്ക് അവിടെ കൊണ്ടുവന്നിട്ട് നമ്മള് കാര്യം ഈ ബസ്സിലൊക്കെ ഈ വൃത്തികെട്ടവര് കയറി കഴിഞ്ഞാൽ വലിയ പ്രോബ്ലം അല്ലേ? ഇപ്പൊ വണ്ടിയിൽ പ്രശ്നമുണ്ടോ? ചേലക്കര ഭാഗത്ത്. നമ്മുടെ എന്റെ പേര് മോനെ? ഏത് ക്ലാസ്സിലായി? 4ക്ക് നീ കയറും അല്ലേ? മോനോ? ഞാൻ 7ക്ക് കയറും അല്ലേ? തൊപ്പി വെച്ചോ? തൊപ്പി എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ടല്ലോ. എല്ലാ അമ്മമാരുടെ ദൗത്യം അതാ. അമ്മാവന്മാരെ ഇങ്ങനെ തന്നെ വേണം ഇറങ്ങാൻ അല്ലേ? മാത്രമല്ല ഈ വീടുകളിലൊക്കെ ഈ അമ്മാവന്മാരില്ലാതായി അല്ലേ? അതൊരു പ്രശ്നമാണ്. ഒരു മോർണിംഗ് വാക്കിന് വേണ്ടി ഇറങ്ങിയതാ. ആണോ? കണ്ടുപിട്ടിയ വളരെ സന്തോഷം മക്കളെ, സന്തോഷം കേട്ടോ. ഓക്കെ, അപ്പൊ അമ്മന്റെ പേരെന്താ? എന്റെ പേര് അനൂപ് ഹസൻ. എവിടെയാ താമസിക്കുന്നത്? ഞാൻ ഇവിടെ അടുത്ത് തന്നെയാണ്. ഓക്കെ അപ്പൊ എന്തായാലും സൂപ്പറായി. അമ്മാവനി വഴിക്കണം നമുക്ക്. ഓക്കെ നമസ്കാരം. ഇന്ന് രാവിലെ എന്റെ പേര് സുധീഷ്. ഇന്ന് രാവിലെ സാറ് കണ്ടുകൊണ്ട് ഞങ്ങൾ എണീക്കുന്നത്. ഓക്കെ എന്നും അങ്ങനെ എണീക്കാവൂ. കുറക്കാലം എണീക്കാൻ പറ്റും അല്ലേ? ഓക്കെ താങ്ക് യു. അപ്പൊ